സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇന്നും റെഡ് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരിക്കും. തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ പലയിടത്തും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ കേരളത്തെ സംബന്ധിച്ച മഴ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. കാരണം പ്രളയം നമ്മൾ കണ്ടതാണ്, നമ്മളെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ്, നോവ് തന്നതാണ്. ഈ ഒരു മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് വെള്ളക്കെട്ട് തന്നെയാണ്. പലയിടങ്ങളിലും ഇന്നലെ തന്നെ ശക്തമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ജനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ തേടിയിരുന്നു. ഇന്നിപ്പോൾ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? രാവിലെ വലിയ ഒരു മഴയിലേക്ക് ഇപ്പോൾ തലസ്ഥാന നഗരിയോ മറ്റു പ്രദേശങ്ങളോ ഒന്നും തന്നെ എത്തിയിട്ടില്ല. ചാറ്റൽ മഴ ചില ജില്ലകളിൽ പെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതിശക്തമായ മഴ പക്ഷേ വരുന്ന മണിക്കൂറിൽ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ എത്തുകയും കാറ്റോടുകൂടിയ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. 3 ജില്ലകളിലാണ് ഇന്നിപ്പോൾ റെഡ് അലർട്ട് ഉള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. ആ ഓറഞ്ച് അലർട്ട് ഇന്നുകൂടി നാളെയും കൂടി തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ വെള്ളക്കെട്ട് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ദൃശ്യമായിട്ടില്ല. സ്വാഭാവികമായും ഇന്നലെ അതിശക്തമായ മഴ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് പുലർച്ചയോടെ മഴ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ വെയിലുണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 3 മണിക്കൂർ ശക്തമായ മഴ എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച താഴ്ന്ന പ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ വെള്ളം കയറുന്ന സമയത്തിൽ അതിനുശേഷമാണ് വലിയ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങളടക്കം പകരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എലിപ്പനി അടക്കമുള്ളവ ഓടകൾ നിറഞ്ഞ കവിയുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ചെറിയ തോടുകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പാർവതി, പുത്തനാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വിമർശനമായി എല്ലായിടത്തും ഉയരുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കുന്നു. ഒപ്പം തന്നെ ഈ ഇടത്തോടുകളിലുള്ള മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ പോളയും ഒന്ന് തന്നെ നീക്കുന്ന നടപടികൾ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കോർപ്പറേഷൻ അധികാരികൾ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായാണ് ഇത്രയധികം വെള്ളക്കെട്ട് ആ പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലും ഉയരുന്നത് എന്നുള്ളതാണ് വിമർശനമായി നിലനിൽക്കുന്നത്. അത് പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും നേരത്തെ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തന്നെ കെട്ടിയ കൈവരികളെല്ലാം തന്നെ തകർന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതടക്കം തന്നെ പരിഹരിക്കാനുള്ള നടപടികളാണ് ഇനി വേണ്ടത്. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണ്. മറ്റ് ജില്ലകളിലേക്ക് വന്നാൽ സ്വാഭാവികമായും ആലപ്പുഴ അടക്കമുള്ള ജില്ലയിൽ, കൊല്ലം അടക്കമുള്ള ജില്ലയിൽ കടലാക്രമണ ഭീഷണി, കടൽക്ഷോഭ സാധ്യതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലാണ് കുറെ കൂടി ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ സമാനമായ സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് രാത്രി യാത്രകൾക്ക് നിരോധനമുണ്ട്. അതോടൊപ്പം തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഏതായാലും പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ സമാനമായ സാഹചര്യമെല്ലാം മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കൂടുതൽ വെള്ളം ഉയരുകയാണെങ്കിൽ, വീടുകളിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യാനുസരണം തുറക്കാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പിന്റെ ഭാഗത്തടക്കം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോൾ സംസ്ഥാനത്തില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം സംസ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ ഈ കുറെ കൂടി ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങൾ, നടപടികളെല്ലാം തന്നെയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശ്രീകാന്ത്, പ്രശാന്ത്, ഈ തീരദേശ മേഖലയിലുള്ളവർ അതുപോലെ മലയോര മേഖലയിലുള്ളവർ ഇവരെല്ലാം തന്നെ ആശങ്കയിൽ തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇവർക്ക് വേണ്ട മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇവർക്ക് നിലവിൽ നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ്. മലയോര മേഖലയിൽ പക്ഷേ കൺട്രോൾ റൂമുകൾ തുറക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്തും നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മലയോര മേഖലകളിലും സമാനമായ രീതിയിൽ കൺട്രോൾ റൂമുകൾ ആരംഭിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ തീരദേശ മേഖലയെ സംബന്ധിച്ചും ഇത്തരത്തിൽ മലയോര മേഖലയെ സംബന്ധിച്ച് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഈ
കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ പൊഴിയൂരടക്കം പല സ്ഥലത്ത് പൂത്തുറ അടക്കമുള്ള മേഖലകളിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്തും അവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകി പോകുന്നതിനപ്പുറത്തേക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തടക്കം കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു വിമർശനം. അക്കാര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഇത്തവണ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ ഇനി ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അത്തരം നടപടികൾ ഉണ്ടാകും. മലയോര മേഖലയെ സംബന്ധിച്ച നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ റോഡപകടങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ പ്രധാനമായി. കാരണം മണ്ണിടിച്ചിലും പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ പ്രധാന ഗതാഗത സംവിധാനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപെടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാ സമയവും സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ NDRFന്റെ അടക്കം സഹായം തേടാനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീജ. ശരി പ്രശാന്ത്, അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകളൊക്കെ പാലിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു KK പ്രശാന്ത്.